നല്ല വലിയ ഒരു കത്തിരിക്ക കിട്ടിയിട്ടുണ്ട്. ഇതിനെ സിമ്പിളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. കത്തിരിക്ക നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വട്ടത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കാം. കത്തിരിക്ക എല്ലാം നല്ലതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ചേർക്കുന്നതിനാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം തന്നെ കത്തിരിക്കയിൽ നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കണം. കത്തിരിക്ക എല്ലാം നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് കത്തിരിക്കയിലേക്ക് ഉപ്പും മുളകും എല്ലാം നല്ലതുപോലെ പിടിക്കുക. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കത്തിരിക്ക വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ ഫ്രൈ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള വലിയ കത്തിരിക്കയാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളതിലൊക്കെ ചെയ്താൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. മറ്റുള്ള ചെറിയ കത്തിരിക്ക ഉണ്ടല്ലോ, അതായത് പർപ്പിൾ കളറിലെ ഉരുണ്ട് ഇരിക്കുന്ന കത്തിരിക്ക, അത് ഒക്കെ ഉപയോഗിച്ചാൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. കാരണം അതിനൊരു ചെറിയ കയ്പുണ്ടാവും. ഇതിന് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. ഇത് അത്യാവശ്യം എണ്ണ കുടിക്കുന്ന ഒരു വിഭവമാണ്. എണ്ണയിൽ കിടന്ന് വേണം ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അതുകൊണ്ട് എണ്ണ കുറവാണെന്ന് തോന്നിയാൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഭാഗത്ത് കുറച്ച് എണ്ണ കുറവാണ്, അതുകൊണ്ട് ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ 2 വശവും ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഇതിവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പാകമാകുമ്പോൾ എടുത്ത് വേറൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ അതിലേക്ക് അങ്ങ് വലിഞ്ഞോളൂ. പാകമായി വരുന്ന പീസസ് ഓരോന്നോരോന്നായിട്ട് മാറ്റി കൊടുക്കാം. ആദ്യത്തെ എല്ലാ കഷ്ണങ്ങളും റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഇതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നല്ലതുപോലെ ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഉടനെ തന്നെ അടുത്ത പീസസ് വെച്ച് കൊടുക്കാം. അടുത്ത ബാച്ച് മുഴുവനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നൊന്നിനോട് തൊടാതെ വേണം വയ്ക്കാൻ, എങ്കിൽ മാത്രമേ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം എടുത്ത് അത്രയും സമയം വേണ്ടി വരില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇത് റെഡിയായി കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളും. എന്നിരുന്നാലും കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണിത്. രണ്ടാമത്തെ ബാച്ച് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തതെല്ലാം റെഡിയായിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം എണ്ണ വേണ്ട ഒന്നാണിത്. ഡയറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വശത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും വേണ്ട. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിലെ എണ്ണയും ആ മസാലയുമാണ് ഇതിന് നല്ലൊരു സ്വാദ് കൊടുക്കുന്നത്. ചോറിന് കഴിക്കാനായിട്ട് നോൺ വെജ് ഒന്നുമില്ല, വേറെ കറികളൊന്നും ഇല്ല എങ്കിൽ പോലും ഇതുപോലത്തെ 2 കഷ്ണം മതി. നല്ലതുപോലെ ചോറുണ്ണാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണിത്. എന്നാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ അത് കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരുന്നുണ്ട്. അവസാനമായിട്ട് ഇട്ട് കൊടുത്തതും എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. കത്തിരിക്ക മുഴുവനും 3 ബാച്ചായിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതിയാകും. എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്